രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുള്ളൊരു അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് കാത്തിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി തിരിച്ചുപോയി. ഏറ്റവും അവസാനം 529 കോടിയുടെ താൽക്കാലിക വായ്പയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വായ്പയല്ലല്ലോ കൊടുക്കേണ്ടത്. ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യവിഭവം നഷ്ടപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ്. ഒരു വായ്പയായിട്ടല്ല ഈ ദുരന്തബാധിതരെ സഹായിക്കേണ്ടത്. ദുരന്തമുണ്ടായി സ്വാഭാവികമായും എല്ലാവരും സഹായിക്കും സർക്കാരിനെ. അതിനപ്പുറത്ത് ഈ ദുരന്തബാധിതർക്ക് വേണ്ടിയിട്ട് എന്താണ് മാറ്റിവെച്ചതെന്നാണ് നമ്മൾ വലിയ ഈ 2 ബജറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോട് വെക്കുന്നത്. ആ 2 ബജറ്റിലും കാര്യമായിട്ടൊന്നുമില്ല. ഇവർ പറഞ്ഞ ടൗൺഷിപ്പ് ഒരുക്കുന്നതിനാവശ്യമായ കൽപ്പറ്റ പോലുള്ള ഒരു നഗരത്തിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇനി പുറത്തുനിന്ന് പുതിയ സംവിധാനം ഒരുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അതിനൊക്കെ പാടെ ഒരു 10-15 ഏക്കർ സ്ഥലം മാത്രം മതി. പക്ഷെ വലിയ രീതിയിലുള്ള സ്ഥലം അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. 100 കണക്കിന് ഏക്കർ ഭൂമി വെറുതെ അവിടെ കിടക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് 10 സെന്റെങ്കിലും നിങ്ങൾ കൊടുക്കണം. സന്നദ്ധ സംഘടനകളില്ലെങ്കിൽ ഈ കുടുംബങ്ങളിലെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട്. സന്നദ്ധ സംഘടന എല്ലാവരും അതിൽ ആരെയും ചെറുതാക്കിയോ ആരെയും വലുതാക്കിയോ അല്ല, അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ ദുരന്തം കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞു. ദുരന്തത്തിൻ്റെ സമയത്ത് ഒരുപാട് ആളുകൾ നമ്മൾ സഹായിക്കും. ഒരുപാട് ആളുകൾ നമ്മൾ പേരറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള, ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, ഓസ്ട്രേലിയ, അമേരിക്ക, ബ്രിട്ടൻ, അങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കൂട്ടായ്മകൾ, മലയാളി കൂട്ടായ്മകൾ, പുറത്തുനിന്ന് മറ്റു രാജ്യങ്ങളുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഇവരൊക്കെ പേരെടുത്ത് പറയണം. കാരണം നമ്മളിതിന് മുമ്പ് കേട്ടിട്ടില്ലാത്ത അങ്ങനെ അവരുടെയൊക്കെ മലയാളി കൂട്ടായ്മയുടെ സമാജങ്ങളുടെ സഹായങ്ങൾ ഈ ഒരു ചെറിയ പ്രദേശത്തൊക്കെ എത്തുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അപ്പോൾ അറബ് രാജ്യങ്ങളൊക്കെ എല്ലാ സ്ഥലത്തു നിന്നുള്ള ആളുകളും വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അവരനുഭവിക്കുന്നത് തുടക്കത്തിൽ ആവേശമൊക്കെ അവസാനിച്ചു. ഇനി വേണ്ടത് ശാശ്വതമായ പുനരധിവാസമാണ്. പുനരധിവാസം എന്ന് പറയുന്നത് കേവലം ഒരു 5-10 സെന്റ് സ്ഥലവും ഒരു വീടും എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് നഷ്ടപ്പെട്ടത് ഒരു വീട് മാത്രമല്ല, ഒരു ജീവിതമാണ്. അവരുടെ ഉപജീവനം നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. പലർക്കും വലിയ രീതിയിലുള്ള പരിക്കുകളുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ടത് എല്ലാ നിലക്കുമുള്ള പുനരധിവാസമാണ്. അവർക്ക് സാമ്പത്തികമായ ഭദ്രത ഉറപ്പുവരുത്തണം. അതിൻ്റെ കൂടെ തന്നെ ഇവർക്ക് ആവശ്യമായ മറ്റ് സംവിധാനങ്ങൾ. വലിയ രീതിയിൽ കൃഷി നടത്തിയിരുന്ന ആളുകളുണ്ട്. മുണ്ടക്കൈ ചൂരമല പ്രദേശത്ത് ഏക്കർ കണക്കിന് നല്ല കാപ്പിത്തോട്ടവും ഏലത്തോട്ടവും ഒക്കെ ഉണ്ടായിരുന്ന സ്ഥലങ്ങളുണ്ട്. 50 സെന്റ് ഉള്ളവരുണ്ട്, 1 ഏക്കർ ഉള്ളവരുണ്ട്, 2 ഏക്കറുണ്ട്. ഇവർക്കൊക്കെ ഇവരുടെ ഭൂമി അടക്കം എല്ലാം നഷ്ടപ്പെട്ടു. ഇനി ഇവർക്ക് കിട്ടാൻ പോകുന്നത് ഈ 5-10 സെന്റ് സ്ഥലവും അതിലൊരു 1000 സ്ക്വയർ ഫീറ്റ് വീടുമാണ്. അവരുടെ ഉപജീവനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. വാഹനങ്ങൾ നഷ്ടപ്പെട്ടു. അവരുടെ വാക്കാലികൾ, പശുക്കളും പോത്തുകളടക്കമുള്ള സംവിധാനവും എല്ലാം നഷ്ടപ്പെട്ടു. ഉപജീവനം വലിയ പ്രതിസന്ധിയിലാണ്. തോട്ടം തൊഴിലാളികൾ ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ആ മേഖലയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഹാരിസൺസ് മലയാളം കമ്പനിയുടെ എസ്റ്റേറ്റാണ്. അവിടെ ജോലി ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ ആ തോട്ടം തൊഴിലാളികളുടെ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഉപജീവനം ആ രീതിയിൽ നഷ്ടപ്പെട്ടു. അപ്പോൾ പുനരധിവാസം ആവശ്യമുള്ളത് എല്ലാ നിലക്കുമാണ്. കേവലം ഒരു വീട് എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ പൂർണ്ണമായിട്ട് റീപ്ലേസ്മെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം ഓൾറെഡി നമ്മുടെ സർക്കാരുകളുടെ കയ്യിലുണ്ട്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ദുരന്തബാധിതരെ അവഗണിച്ചൊരവസ്ഥയുള്ളത്. ദുരന്തം നടന്നിട്ട് 13ാമത്തെ ദിവസം പ്രധാനമന്ത്രി ദുരന്തബാധിത സ്ഥലം നേരിട്ട് കണ്ടു. നിരവധി കേന്ദ്രമന്ത്രിമാർ വന്നു. ഞങ്ങളൊക്കെ വലിയ പ്രതീക്ഷയില്ല. കാരണം ഈ നാട് മുഴുവൻ അടച്ചു പൂട്ടിയിട്ട് എന്ന് 2 ദിവസം നമ്മളപ്പോഴും ആരും പ്രയാസം പറഞ്ഞില്ല. എല്ലാവരും അതിന് പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. കാരണം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുള്ളൊരു അങ്ങനെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു പ്രതീക്ഷയോടുകൂടിയിട്ട് കാത്തിരുന്നു. പക്ഷെ പ്രധാനമന്ത്രി തിരിച്ചുപോയി.
ഏറ്റവും അവസാനം 529 കോടിയുടെ താൽക്കാലിക വായ്പയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വായ്പയല്ലല്ലോ കൊടുക്കേണ്ടത്. ഈ രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ മനുഷ്യവിഭവം നഷ്ടപ്പെട്ട ഒരു ദുരന്തം കൂടിയാണ്. ഒരു വായ്പയായിട്ടല്ല ഈ ദുരന്തബാധിതരെ സഹായിക്കേണ്ടത്. അതിന് പകരം ഒരു പാക്കേജ് ഉണ്ടാക്കി ദുരന്തബാധിതർക്ക് കൃത്യമായ ഒരു അവരുടെ പുനരധിവാസത്തിന് ആവശ്യമായ ഫണ്ട് കൊടുക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ആ വായ്പ കൊടുത്തത് തന്നെ ഈ മാസം പൂർണ്ണമായും ചെലവഴിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഒരിക്കലും കഴിയില്ല. ഇൻഫ്രാസ്ട്രക്ചർ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വായ്പ എന്നാണ് പറയുന്നത്. അവിടുത്തെ മുണ്ടക്കയിലും ചൂരൽമലയിലും ഉള്ള പാലങ്ങൾ, റോഡുകൾ ഇതൊക്കെ ഉണ്ടാക്കുന്നതിനും സ്കൂളുകൾ ഉണ്ടാക്കുന്നതിനുമാണ്. പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവിടുത്തെ ആളുകൾ എവിടെയെങ്കിലും ഒന്ന് സെറ്റിൽ ആവണ്ടേ? അതിനുള്ള ഒരു സംവിധാനമായിട്ടില്ല. സംസ്ഥാന ബജറ്റ് വന്നപ്പോഴും നമ്മൾ കാര്യമായ പ്രതീക്ഷയുണ്ടായിരുന്നു. ബജറ്റിൽ മുണ്ടക്കൈ പുനരധിവാസത്തിന് 750 കോടി രൂപയാണ് പ്രഖ്യാപിച്ചത്. പക്ഷെ ആ പ്രഖ്യാപിച്ച തുക എന്ന് പറയുന്നത് ഈ മുണ്ടക്കൈ ദുരന്തമുണ്ടായപ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന പണമാണ് ഈ പുനരധിവാസത്തിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിക്കുന്നത്. അതല്ലല്ലോ വേണ്ടത്. ദുരന്തമുണ്ടായി സ്വാഭാവികമായും എല്ലാവരും സഹായിക്കും സർക്കാരിനെ. അതിനപ്പുറത്ത് ഈ ദുരന്ത ബാധിതർക്ക് വേണ്ടിയിട്ട് എന്താണ് മാറ്റിവെച്ചതെന്നാണ് നമ്മൾ വലിയ ഈ 2 ബജറ്റ് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷയോട് കത്തുന്നതാണ്. ആ 2 ബജറ്റിലും കാര്യമായിട്ടൊന്നുമില്ല. 7 മാസം പിന്നിട്ടു. ഇവരുടെ പുനരധിവാസം ഇന്നലെ വലിയ രീതിയിലുള്ള സമരം, 2 സമരങ്ങൾ മുണ്ടക്കൈയിലെ 2 കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അവർ ജനകീയ സമരങ്ങൾ സംഘടിപ്പിച്ചു. ഇന്നലെ നിയോജകമണ്ഡലം MLA നേതൃത്വത്തിൽ കലക്ട്രേറ്റ് ഇന്നലെ മുതൽ ഇന്ന് ഉച്ചവരെ ഉപരോധിച്ചു സമരം നടത്തി. ഇതൊക്കെ മുണ്ടക്കൈയിലെ ആളുകൾക്ക് വേണ്ടി നടന്ന സമരങ്ങളാണ്. ദുരന്തബാധിത പ്രദേശത്തെ ജനങ്ങൾ നേരിട്ട് സമരത്തിനിറങ്ങുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പോഴാണ് ഇന്നലെ മന്ത്രിസഭാ യോഗം ചേർന്ന് ചില തീരുമാനങ്ങൾ പുറത്തുവിടുന്നത്. ആ തീരുമാനത്തിൽ പറയുന്നത് 7 സെന്റ് ഭൂമി ഇവർക്ക് നൽകുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നല്ല സൗകര്യത്തിൽ മുണ്ടക്കൈയിലൊക്കെ ഒരു ഇടത്തരം സാമ്പത്തിക സ്ഥിതിയിൽ ജീവിച്ചിരുന്ന ആളുകളുടെ മുമ്പിലാണ് 7 സെന്റ് ഭൂമി നൽകുന്നു പറയുന്നത്. കൽപ്പറ്റയിലെ അലസ്റ്റൻ എസ്റ്റേറ്റ് ആണ് ഈ പുനരധിവാസത്തിന് ഇവർ തെരഞ്ഞെടുത്തിരിക്കുന്ന ഭൂമി. 2 ടൗൺഷിപ്പ് എന്ന് പറഞ്ഞു, ഇപ്പോൾ അത് ഒരു ടൗൺഷിപ്പിലേക്ക് എത്തി. എലസ്റ്റൻ എസ്റ്റേറ്റിൽ മാത്രം 180 ഏക്കർ സ്ഥലം പുനരധിവാസത്തിന് വേണ്ടി സർക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. 180 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നിടത്ത് സർക്കാരിന്റെ ഔദ്യോഗിക കണക്ക് തന്നെ പറയുന്നത് 450-ൽ താഴെ കുടുംബങ്ങളെയാണ് സർക്കാർ പുനരധിവസിപ്പിക്കാൻ പോകുന്നത്. 7 സെന്റ് സ്ഥലം വെച്ചാണ് കൊടുക്കുന്നതെങ്കിൽ കേവലം 32 ഏക്കർ മതി അവരുടെ പുനരധിവാസത്തിന്. ബാക്കി സ്ഥലം റോഡും സംവിധാനങ്ങളും അവിടെ ഇവർ പറഞ്ഞ ടൗൺഷിപ്പ് ഒരുക്കുന്നതിന് ആവശ്യമായ കൽപ്പറ്റ പോലുള്ള ഒരു നഗരത്തിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ട്. ഇനി പുറത്തുനിന്ന് പുതിയ സംവിധാനം ഒരുക്കുകയാണെങ്കിൽ നല്ലത്. പക്ഷെ അതിനൊക്കെ പാടെ ഒരു 10-15 ഏക്കർ സ്ഥലം മാത്രം മതി. പക്ഷെ വലിയ രീതിയിലുള്ള സ്ഥലം അവിടെ ഏറ്റെടുക്കുന്നുണ്ട്. 100 കണക്കിന് ഏക്കർ ഭൂമി വെറുതെ അവിടെ കിടക്കും. അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് നമ്മൾ പറയുന്നത് ഇവർക്ക് 10 സെന്റെങ്കിലും നിങ്ങൾ കൊടുക്കണം. ഈ ദുരന്ത ബാധിതർക്ക് 10 സെന്റ് സ്ഥലമെങ്കിലും നിങ്ങൾ മിനിമം കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നു. കാരണം സർക്കാർ സ്ഥലം ഏറ്റെടുക്കുന്നുണ്ട്. ആ സ്ഥലം കൊടുക്കുന്നതിന് യാതൊരു പ്രയാസവും നിലവിലുണ്ടില്ല, സർക്കാരിനില്ല. പക്ഷെ എന്തോ ഒരു പിശുക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിലുണ്ട്. അതിന്റെ കൂടെ ഇന്നലെയാണ് സർക്കാർ പ്രഖ്യാപിക്കുന്നത് ദുരന്ത ബാധിതർക്ക് ദിനപത്യയായിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞ 300 രൂപ. വലിയ ആശ്വാസമായിരുന്നു നമ്മളെ സംബന്ധിച്ച്. ആ തുടക്കത്തിൽ 3 മാസം ഒരു കുടുംബത്തിൽ 2 പേർക്ക് വെച്ച് 300 രൂപ കിട്ടുക എന്ന് പറയുന്നത് വലിയ ആശ്വാസമായിരുന്നു. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ അത് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ നിർത്തി. ഈ സമരങ്ങളുടെ ഒക്കെ ഭാഗമായിട്ടാണ് ഇന്നലെ വീണ്ടും പ്രഖ്യാപിക്കുന്നത് തുടർന്ന് ആ 300 രൂപ കൊടുക്കുമെന്ന്. നിലവിൽ ഇപ്പോഴുള്ള സാഹചര്യം എന്താണെന്ന് വെച്ചാൽ ദുരന്ത ബാധിതർക്ക് കുറച്ച് ഇളവുകൾ കൊടുത്തിരുന്നു. ബാങ്ക് ലോൺ തിരിച്ചടക്കുന്നതുമായി ബന്ധപ്പെട്ട് താൽക്കാലികമായ മൊറട്ടോറിയം, ഞങ്ങൾ ആവശ്യപ്പെട്ടത് മൊറട്ടോറിയം അല്ല, ദുരന്ത ബാധിതരുടെ പൂർണ്ണമായ ലോണുകൾ എഴുതിത്തള്ളലാണ്. അത് സർക്കാർ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അവർക്ക് പിന്നീട് പ്രയാസമുണ്ടാവാത്ത രീതിയിൽ അവർക്ക് അത് സർക്കാർ ഏറ്റെടുത്ത് ബാങ്കുകളിൽ തിരിച്ചടക്കുക എന്നുള്ളതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. പക്ഷേ താൽക്കാലികമായ മൊറട്ടോറിയം ഇപ്പോഴുള്ളൊരു സാഹചര്യം, ഈ മൊറട്ടോറിയം കാലാവധിക്കുള്ളിലെ പലിശയും പിഴപ്പലിശയും അടക്കം ഈ ദുരന്ത ബാധിതർ അടക്കണമെന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നോട്ടീസുകൾ വീണ്ടും വരാൻ തുടങ്ങി. രണ്ടാമതൊരു വിഷയം, ഈ ദുരന്ത ബാധിതർക്ക് കൊടുത്തൊരു ഇളവായിരുന്നു ഇവരുടെ കറണ്ട് ബില്ല്. താൽക്കാലികമായി താമസിച്ചിരുന്ന സ്ഥലത്ത് കറണ്ട് ബില്ല് ഇവർ അടക്കേണ്ടിയിരുന്നില്ല, ഇളവ് കൊടുത്തിരുന്നു. കഴിഞ്ഞ മാസം മുതൽ കറണ്ട് ബില്ലുകൾ വന്നു തുടങ്ങി, വാട്ടർ ബില്ലുകൾ വന്നു തുടങ്ങി. ഇവർ താമസിക്കാൻ താൽക്കാലികമായി കിട്ടിയ സ്ഥലത്ത് തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്.
കാരണം അത്രയൊന്നും കോട്ടേഴ്സുകളോ സംവിധാനങ്ങളോ ഒന്നും ഉള്ള ഒരു പ്രദേശമല്ല മേപ്പാടി പോലത്തെ പ്രദേശം. വയനാട് ജില്ലയിലെ 16 പഞ്ചായത്തുകളിലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. 16 പഞ്ചായത്തുകളിലായിട്ടാണ് ഈ കുടുംബം ഇപ്പോഴും ജീവിക്കുന്നത്. ഇവർക്ക് അവിടെ വാടക വീടുകളിൽ ജീവിക്കുന്നത് തന്നെ വലിയ പ്രയാസങ്ങൾ ഓൾറെഡി ഇവർ നേരിടുന്നുണ്ട്. അപ്പോൾ ആ പ്രയാസങ്ങളൊക്കെ അറിയുന്നതും അതിന് ബോധ്യമുള്ള ആളുകളുമാണ് ഈ ഭരിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. കാരണം അവർ നിരന്തരമായി ഇടപെടുന്ന ആളുകളാണ്. ജനങ്ങളുമായി ഇടപെടുമ്പോൾ അവർക്ക് ഇവരുടെ പ്രയാസങ്ങൾ അറിയണം. പക്ഷേ കറണ്ട് ബില്ലിപ്പോൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു, വെള്ളക്കരമടക്കണം, ഈ പറയുന്ന രീതിയിൽ വീട്ടുവാടക താൽക്കാലികമായി കൊടുത്തതാണ്. 6000 രൂപയാണ് സർക്കാർ കൊടുക്കുന്നത്. പക്ഷേ എല്ലാവരും മഹാഭൂരിപക്ഷം ആളുകളും 6000 രൂപക്ക് മുകളിൽ വാടക കൊടുക്കുന്ന ആളുകളാണ്. അപ്പോൾ അവർക്ക് ഈ അധിക വാടക കണ്ടെത്താൻ ഒരു പ്രയാസമാണ്. അതിന് അപ്പുറത്തേക്ക് ഈ ദുരന്തത്തിൽ 116 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 116 ആളുകൾക്ക്, കുട്ടികൾ, വൃദ്ധര്, സ്ത്രീകളടക്കം 116 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ സാരമായ പരിക്കുകളുള്ളവരുണ്ട്, നിസ്സാരമായ പരിക്കുകളുണ്ട്. 40 പേരുടെ പരിക്ക് സാരമായ പരിക്കുകളാണ്. അവരുടെ സ്പൈനൽ കോർഡിൽ പൊട്ട് വീണവരുണ്ട്, അവരുടെ വെയിൻ പൊട്ടിയവരുണ്ട്, അവരുടെ ലെൻസിൽ ചളിയും മറ്റുമൊക്കെ കയറിയ ആളുകളുണ്ട്. അങ്ങനെ വലിയ ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളാണ്. അവർ ആ സമയത്ത് ഇവിടെ മേപ്പാടിയിലെ വിംസ് മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, മഞ്ചേരി മെഡിക്കൽ കോളേജ്, ഇങ്ങനെ പല ആശുപത്രികളിലായിട്ട് ചികിത്സ തേടിയ ആളുകൾ. ഇവർ ആദ്യഘട്ടം എന്നുള്ള നിലക്ക് ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കുമെന്ന് പറഞ്ഞു. ആ തുടക്കത്തിൽ സർക്കാർ കൊടുത്ത പണമല്ലാതെ തുടർ ചികിത്സക്ക് 1 രൂപ പോലും സർക്കാർ പിന്നീട് കൊടുത്തിട്ടില്ല. വളരെ ഗൗരവമല്ല. പലർക്കും പ്ലാസ്റ്റിക് സർജറി അടക്കം വലിയ രീതിയിലുള്ള ചികിത്സ ആവശ്യമുള്ള ആളുകൾ ഇപ്പം അവരുടെ ചികിത്സക്ക് മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ ഈ പ്രഖ്യാപനങ്ങളൊക്കെ വന്ന സമയത്ത് തുടർ ചികിത്സക്ക് സർക്കാർ ആകെ പ്രഖ്യാപിച്ചത് 5 ലക്ഷം രൂപയാണ്. ഏറ്റവും കുറഞ്ഞത് 1 കോടി രൂപ പോലും മാറ്റിവെച്ചാൽ ഇവരുടെ തുടർ ചികിത്സ പൂർണ്ണമായും നടത്താൻ കഴിയില്ല. പക്ഷെ സർക്കാർ മാറ്റിവെക്കുന്നത് 5 ലക്ഷം രൂപയാണ്. അങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഈ ദുരന്തബാധിത അനുഭവിക്കുന്ന ഒരുപാട്. ഇപ്പം നിങ്ങളുടെ നേരത്തെ സംസാരിച്ച ഷാഫിയുടെ കുടുംബത്തിൽ ഷാഫിയുടെ ഭാര്യയും മകളും മാത്രമാണ് ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അവരുടെ വീട്ടിലായതുകൊണ്ടാണ്. ഷാഫിയുടെ ഉപ്പയും ഉമ്മയും സഹോദരിയും ദുരന്തത്തിൽ മരണപ്പെട്ടതാണ്. അത്തരം ആളുകൾ ഒരുപാട് പേരുണ്ട്. അവരുടെ ബോഡി നമുക്ക് ആ ദിവസങ്ങളിൽ നിന്ന് അവിടെ നിന്ന് കിട്ടിയ ബോഡികളിൽ നമ്മൾ തിരിച്ചറിഞ്ഞ ബോഡികൾ ഓർണമെന്റ്സ് ഉണ്ടായിരുന്നു. അത് റവന്യൂ ഉദ്യോഗസ്ഥർ അന്ന് അവിടെ ഈ ബോഡി ക്ലീൻ ചെയ്യുന്നിടത്ത് ഉണ്ടായിരുന്ന റവന്യൂ ഉദ്യോഗസ്ഥന്മാർ അത് തിട്ടപ്പെടുത്തുകയും അത് രേഖപ്പെടുത്തി സർക്കാരിൻ്റെ കൈവശം, റവന്യൂ വകുപ്പിൻ്റെ കൈവശം വെക്കുകയും ചെയ്തതാണ്. 7 മാസമായി. ഷാഫി നിങ്ങളോട് പറഞ്ഞു, ഞാൻ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നതാണ്. 7 മാസമായി ഷാഫി ഇവിടെ വന്നിട്ട്. സഹോദരിയുടേതടക്കം 10 പവനോളം സ്വർണം സർക്കാരിൻ്റെ കയ്യിലുണ്ട്. ആകെയുള്ള അവകാശി എന്ന് പറയുന്നത് ഷാഫി മാത്രമാണ്. 2 തവണ ഷാഫി വിസ പുതുക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരാളുടെ ജീവിതമാണ്. 14 പേർ, 34 പേരുടെ കുടുംബങ്ങൾ ഈ ബോഡി കിട്ടാത്തവരായിട്ടുണ്ട്. DNA റിസൾട്ട് 34 ഇനിയും വന്നിട്ടില്ല. അവരുടെ ഡെത്ത് സർട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് 1 മാസം പിന്നിട്ട് ഈ ദിവസം വരെ ഒരാളുടെയും ഡെത്ത് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത്, ഈ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങളുണ്ട്. സ്വാഭാവികമായും മരണാനന്തരം കിട്ടുന്ന സർക്കാരിൻ്റെ ഒരു സഹായം അത് സ്വാഭാവികമായും ഈ കുടുംബങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. 2 പെൺമക്കളെ കിട്ടാത്ത ആളുകളുണ്ട്. അതുപോലെ ഒരു കുടുംബത്തിൽ 5 പേരെ കിട്ടാത്ത ആളുകളുണ്ട്. ഇത്തരം ആളുകൾക്കൊക്കെ സർക്കാർ പ്രഖ്യാപിച്ച സഹായം അത് ആശ്വാസധന സഹായമാണല്ലോ. ഇത് ഇവരുടെ അവകാശമാണ്. ഇത് ഈ സമയം വരെ കൊടുക്കാനുണ്ടായിരുന്നില്ല. സർക്കാർ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ ഈ ബജറ്റ് വരുമ്പോഴും നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചാണ് പല രീതിയിലുള്ള സഹായങ്ങൾ വയനാട്ടിനായിട്ടുണ്ടാകുന്നു. പക്ഷേ നിരാശയാണ് ഫലം. സമരത്തിലാണ്, ദുരന്തബാധിതർ നേരിട്ടാണ് ഇന്ന് രാവിലെ 6 മണി മുതൽ കളക്ട്രേറ്റ് മുഴുവൻ വിരോധിച്ചത്. അപ്പോൾ ആ സ്ത്രീകളും കുട്ടികളും അടക്കം ആ സമരത്തിൽ പങ്കെടുക്കുന്നു. ഇവരുടെ മാനസിക നില നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചല്ലോ. ഒരുപാട് ചെറുപ്പക്കാർ വളരെ സൗഹൃദത്തോടു കൂടി എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലം. ആ സ്ഥലം ഒരു രാത്രി കൊണ്ട് ഇല്ലാണ്ടാകും. നിങ്ങളുടെ മുമ്പിൽ അവർ കളിച്ചും ചിരിച്ചും തമാശ പറഞ്ഞും ഒക്കെ നമ്മുടെ മുമ്പിൽ അവരിങ്ങനെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വേദനയോ അവരുടെ പ്രയാസമോ ഓരോരാളുടെ മുന്നിലും കാണിക്കുന്നുണ്ട്. ഒരുപാട് ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, സന്നദ്ധ സംഘടനകളില്ലെങ്കിൽ
ഈ കുടുംബങ്ങളിലെ പലരും ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഇവിടെ നടപ്പിലാക്കിയ ഒട്ടേറെ പദ്ധതികളുണ്ട് സന്നദ്ധ സംഘടന. എല്ലാവരും അതിൽ ആരെയും ചെറുതാക്കിയോ ആരെയും വലുതാക്കിയോ അല്ല, അവരവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എല്ലാവരും സഹായിച്ചിട്ടുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് ഈ ഇവരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സർക്കാർ അതിൻ്റെ വേഗത ഇല്ല എന്ന് തോന്നിയപ്പോൾ ഒട്ടേറെ ആളുകൾ സ്വന്തമായിട്ട് വീട് നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവാൻ പോകുന്നത് ഇതിലെ ആളുകൾക്ക് ഒരു സന്നദ്ധ സംഘടന സ്വന്തമായി വീടെടുക്കുമ്പോൾ അവർക്ക് പരിമിതികളുണ്ടാവും. 4 സെന്റിലും 5 സെന്റിലും 500, 600, 700 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, 1500, 2000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന നല്ല സൗകര്യത്തിലുള്ള വീടുണ്ടായിരുന്ന ആളുകളെ കൊണ്ടുപോയിട്ട് ഇത്തരത്തിൽ കുടിസായ സൗകര്യങ്ങളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം. സർക്കാരിൽ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് സന്നദ്ധ സംഘടനകളൊക്കെ ഇത്തരത്തിലേക്ക് പോകുന്നത്. എല്ലാവരും, കാരണം സർക്കാരിനോട് എല്ലാവരും യോജിച്ചാണ് പോയത്. എല്ലാവരും യോജിച്ചാൽ പോയത്. ഈ 6 മാസം വരെ ഒരു സമരവും നടന്നിട്ടില്ല. ഒരു സമരത്തിനും ഒരു രാഷ്ട്രീയ പാർട്ടിയും സമരം ചെയ്തിട്ടില്ല. എല്ലാവരും സർക്കാരിനോട് വളരെ അനുഭാവപൂർവ്വമായിട്ട് പോയത്. കാരണം ഇവിടെ രാഷ്ട്രീയമല്ല ഞങ്ങളുടെ പ്രശ്നം. നിങ്ങളിവിടെ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകും. ഞങ്ങളുടെ ഒന്നും പ്രശ്നം രാഷ്ട്രീയമല്ല. ഞാൻ ഒരു ഉത്തരവാദിത്തപ്പെട്ട യുവജന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തനം. പക്ഷെ എനിക്കറിയാം ഇവരുടെ ഒന്നും പ്രശ്നം, ഞങ്ങളുടെ ഒന്നും പ്രശ്നം ഈ വിഷയത്തിൽ രാഷ്ട്രീയമല്ല. ഞങ്ങൾക്ക് ഇവർ മാന്യമായി ജീവിക്കുന്നതാണ്. അതാണ് ഞങ്ങളുടെയൊക്കെ ആവശ്യം. അതിന് ഏതറ്റം വരെയും ഞങ്ങൾ പോകും. അതിന് എന്ത് സഹിച്ചിട്ടാണ് ഞങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നത്.